ഇന്ന് നിങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനമാണ്. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം. നിങ്ങൾക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. ഒത്തിരി ആവർത്തി പ്രസംഗം കേട്ടിട്ടുള്ള വാക്യമാണ്. ആ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. മതി. നല്ല വാക്യത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ധന്യനായ പൗലോസ്ലീഹ കൊരിന്തിലെ വിശുദ്ധന്മാർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് നിന്നാണ് ഒരു വാക്യം അല്പനേരം ധ്യാനത്തിനായി വായിക്കുന്നത്. ഈ 10-ാമത്തെ അധ്യായത്തിനകത്ത് പൗലോസ് കൊരിന്തിലെ സഭയുടെ പ്രത്യേകത ബൈബിളിലുണ്ട്. ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത സഭയാണ്. പക്ഷെ അപ്പം തന്നെ ആ സഭയ്ക്കകത്ത് ഭിന്നതയുണ്ട്, പിണക്കമുണ്ട്. എന്ന് പറഞ്ഞാൽ കൃപാവരമുള്ളവർക്ക് അതുണ്ടെന്നല്ല, ആത്മീകരും അനാത്മീകരും ചർച്ചിനകത്തുണ്ട്. കർത്താവിന് സ്തോത്രം. ആത്മീകർ കൃപ ജ്വലിപ്പിക്കുമ്പോൾ വഴക്കാളികൾ വഴക്ക് ജ്വലിപ്പിക്കും. ഈ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പൗലോസ് മരുഭൂമിയിലെ സഭയിൽ സംഭവിച്ച ഈ ഇസ്രായേൽ മക്കളുടെ മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലേക്കുള്ള യാത്രയെ വിശുദ്ധ വേദഗ്രന്ഥം ദൈവത്തിന് സ്തോത്രം അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ ലൂക്കോസ് എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, മരുഭൂമിയിലെ സഭ. ആ മരുഭൂമിയിലെ സഭയിൽ സംഭവിച്ച കാര്യങ്ങൾ അക്കമിട്ട് പൗലോസ് ഈ 10-ാം അധ്യായത്തിൽ നിരത്തിയിട്ട് കൊരിന്തിലെ സഭയോട് പറയുകയാണ്, അവർക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കരുത്. സ്തോത്രം. ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ പറയുമല്ലോ, ചൂടുവെള്ളത്തിൽ വീണ എന്തുവാന്ന് ഞാൻ പറയുന്നില്ല, പച്ചവെള്ളം കണ്ടാലും ഒന്ന് അറയ്ക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനും ലിലിയും കൂടെ ഒരിക്കല് കോയമ്പത്തൂർ പോയി പ്രസംഗിച്ചു തിരിച്ചു വരുമ്പം ആലുവായിലെത്തിയപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഒരു വണ്ടി പോയിക്കൊണ്ടിരിക്കുക. ആ വണ്ടിയുടെ മുമ്പിൽ കൂടെ വണ്ടിയാന്നും റോഡാന്നും ഒന്നും അറിയാതെ ഒരു അപ്പച്ചൻ കൂളായിട്ട് നടന്നു പോയി. അപ്പൊ ഞങ്ങളുടെ മുമ്പിൽ പോയ വണ്ടിക്കാരൻ ചവിട്ടിയിട്ട് വണ്ടി അലറുക. ആ ടയറിനകത്തുനിന്നെല്ലാം തീയും പുകയും വരിക. ഞാൻ എഴുന്നേറ്റ് നിന്ന് ചവിട്ടുക. എനിക്ക് മനസ്സിലായി എൻ്റെ വണ്ടി ഇടിക്കുമെന്ന്. പക്ഷേ ഒരു നെല്ലട വ്യത്യാസത്തിൽ ഞാൻ കണ്ണടച്ച് എഴുന്നേറ്റ് നിന്നത് ചവിട്ടി പിടിച്ചോണ്ട് നിന്നു. ഞാൻ എപ്പോൾ പോയാലും അവിടെ വരുമ്പം എനിക്ക് ഓർമ്മ വരും. നമുക്ക് സംഭവിക്കുന്ന ചില സംഭവങ്ങൾ പിന്നെയും ആവർത്തിക്കാതിരിക്കാൻ. ഒരു മനുഷ്യനെ ഒരിക്കലും എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ ഭയം എന്നെ വിട്ടുമാറാൻ പ്രാർത്ഥിക്കണം. എൻ്റെ ഭയം. അമ്മ ചോദിച്ചാൽ, എന്നാ നിങ്ങളുടെ ഭയം? എന്തിനാ? മനുഷ്യരെയാന്ന് പേടി, പിശാചിനെയാന്ന് പേടി, രാത്രിയാന്ന് പേടി, കള്ളനെയാന്ന് പേടി, പോലീസിനെയാന്ന് പേടി, എന്നോയിനാ പേടി? പറഞ്ഞു, ഇതൊന്നുമല്ല എൻ്റെ പേടി. എൻ്റെ പേടി എന്നാന്നറിയോ? ഞാനൊരിക്കൽ കുളിക്കാനായിട്ട് അടുപ്പത്തുനിന്ന് തിളച്ച ഒരു കലം വെള്ളം എടുത്തുകൊണ്ട് പോയപ്പോൾ എൻ്റെ കാല് സ്ലിപ്പായി പോയി. ആ വെള്ളം എൻ്റെ ദേഹത്തോട് വീണ് ദേഹം പൊള്ളി. ഇപ്പം എനിക്ക് ചൂടുള്ള പാത്രത്തെ തൊടാൻ പേടിയാ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ? അമ്മ പറഞ്ഞു, ഭാര്യ അമ്മ ഈ പാത്രത്തെ തൊടുന്ന നല്ല വിഷയം. എൻ്റെ ജോലി കിച്ചണിലാണ്. അതുകൊണ്ട് എനിക്ക് ചൂടുള്ള എന്തോത്തെ തട്ടാലും പേടിയാ. കാരണം ദേഹത്തോട്ട് ആ വെള്ളം വീണിട്ട് 170 ദിവസമാണ് ദൈവത്തിന് സ്തോത്രം വാഴയിലയുടെ മണ്ടയ്ക്ക് ഞാൻ കടന്നത്, വേപ്പലയുടെ മണ്ടയ്ക്ക് കടന്നത്. അപ്പം ഒരിക്കൽ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ കാല് സ്ലിപ്പായി താഴെ വീണ് ഒടിഞ്ഞ് 6 മാസം പ്ലാസ്റ്റർ ഇട്ട് കിടന്നാൽ എപ്പോഴും സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ നമ്മൾ ഒന്ന് ആ സ്റ്റെപ്പ് എന്നല്ല. അപ്പൊ ഈ കൃപാവരത്തിന്റെ അത്യുച്ഛകോടിയിൽ കയറിയ കൊരിന്തിലെ, ഈ മനസ്സിലാകാനാ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, കൊരിന്തിലെ സഭയോട് പൗലോസ് പറയുകയാണ്, നിന്റെ പിതാക്കന്മാർ നിന്ന മരുഭൂമിയിലെ സഭയിൽ സംഭവിച്ചതൊന്നും നിനക്ക് സംഭവിക്കാതെ നീ സൂക്ഷിച്ചോണം. സ്തോത്രം. എന്നിട്ട് പൗലോസ് ഊന്നി പറയുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ ചിന്ത വരുന്നത്.
ദൈവത്തിന് സ്തോത്രം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിനക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. ദൈവം വിശ്വസ്തൻ. എല്ലാരും കൂടെ പറഞ്ഞ ദൈവം വിശ്വസ്തനാ. ഇവർക്കൊരു പരീക്ഷ വന്നപ്പോൾ വെളിപ്പെടുത്തുക, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിനക്ക് വന്നിട്ടില്ല. കാരണം നീ സേവിക്കുന്ന ദൈവം നിന്നോട് വിശ്വസ്തനാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ഇന്ന് തൻ്റെ ഇടത്തോട് ഇവിടുന്ന് ഇറങ്ങിപ്പോകണം. നിന്നെ തകർക്കുവാൻ ഏതെല്ലാം ശക്തി എഴുന്നേറ്റാലും നീ സേവിക്കുന്ന ദൈവം നിന്നോട് വിശ്വസ്തനാ. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. കേട്ടോ, കർത്താവിന് സ്തോത്രം. ഇനി നിന്റെ വിശുദ്ധി കൂടുതൽ കൊണ്ടല്ല, നിന്റെ പ്രാർത്ഥന കൂടുതൽ കൊണ്ടല്ല, ഈ ദൈവത്തിന്റെ സ്വഭാവത്തിൽപ്പെട്ടൊരു കാര്യമാ ദൈവം വിശ്വസ്തനാണ് എന്നുള്ളത്. സ്തോത്രം. ഈ സ്തോത്രം. നമുക്കൊരു വാക്യം ബൈബിളിൽ നിന്ന് വായിക്കാം. 2 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. നമ്മുടെ ദൈവം ആരാണ്? വിശ്വസ്തനാണ്. അതിന്റെ കാരണം അടുത്ത വാക്യത്തിൽ പൗലോസ് വെളിപ്പെടുത്തുക, തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. വിശ്വസ്തത എന്നുള്ളത് ദൈവത്തിന്റെ സ്വഭാവമാണ്. അത് ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. നമ്മളിൽ പലരും വിശ്വസ്തരായി ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും നമ്മളിൽ പലരും വിശ്വസ്തരല്ല. മിണ്ടത്തില്ലല്ലോ. ചോദ്യം, ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പനിയാണെങ്കിൽ പനി ഉണ്ടോ എന്നറിയുന്ന എങ്ങനാ? പറ. എന്തോ ആ മീറ്ററൊക്കെ നിർത്തി ഇപ്പൊ നെറ്റിക്ക് അടിച്ചു നോക്കും. നീ കുറച്ചുകൂടെ കഴിയുമ്പം നീ നടന്നു പോയാൽ നിന്റെ പനി പിടിക്കുന്ന മിഷൻ ഇറങ്ങും. ഷുഗർ കൂടിയോ കുറഞ്ഞോ എന്ന് നോക്കുന്ന എങ്ങനാ? ബ്ലഡ് ടെസ്റ്റ് നടത്തണം. ശരിയാണോ? ചോദ്യം, വിശ്വസ്തനാണോ അല്ലയോ എന്നറിയാൻ എന്നാ ടെസ്റ്റ് നടത്തും? അതിനൊരു ടെസ്റ്റ് ഇല്ല. അവരവർക്കറിയാം. അവരവർ അടുത്തിരിക്കുന്ന ആളോട് ചുമ്മാ ഒന്ന് ചിരിച്ചോണ്ട് ചോദിച്ചാൽ നിങ്ങൾ വിശ്വസ്തനാണെന്ന് ചോദിച്ചു. നാളെ ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഈ ആൾക്കാരെ കൊണ്ടിരുത്തിയിട്ട് ചങ്കത്തറയ്ക്കുന്ന ചോദ്യം ചോദിപ്പിക്കരുത്. നിങ്ങൾ അവരവർക്കറിയാം. ഞാൻ താഴോട്ട് വരുമ്പം പറയാം. പക്ഷേ നിങ്ങൾ ഒന്ന് പഠിച്ചോ, നിങ്ങൾ അവിശ്വസ്തരാണെങ്കിലും നിങ്ങൾ സേവിക്കുന്ന ദൈവം വിശ്വസ്തനാ. അവൻ അവന്റെ സ്വഭാവം ത്യജിപ്പാൻ കഴിയത്തില്ല. ഒരാമയും പറയണം. ഞാനൊരു ആത്മിക പ്രവചനം പറയാം. ഈ ദിവസങ്ങളിൽ ദൈവം വിശ്വസ്തനാന്ന് തെളിയിക്കുന്ന ചില അടയാളങ്ങൾ നിന്റെ ജീവിതത്തിൽ ദൈവം തരട്ടെ. നിന്റെ സന്തതിയോട് ബന്ധപ്പെട്ട്, നിന്റെ കുടുംബത്തോട് ബന്ധപ്പെട്ട്, നിന്റെ ജോലിയോട് ബന്ധപ്പെട്ട് ദൈവം വിശ്വസ്തനെന്ന് തെളിയിക്കുന്ന ചില അടയാളങ്ങൾ യേശു നിനക്ക് തരട്ടെ. സ്തോത്രം. ഇനി അടുത്തിരിക്കുന്ന ആളെ നോക്കി മുമ്പേ നമ്മൾ അങ്ങ് ചോദിച്ചല്ലോ, ഒരു വിശ്വാസം കൂടെ ഒന്ന് പറ, ദൈവം വിശ്വസ്തനെന്ന് തെളിയിക്കാൻ പോവാന്ന് പറ. ഓ ഹല്ലേലൂയ. റോമാലേഖനത്തിൽ പൗലോസ് വീണ്ടും ഒരു ചോദ്യം ചോദിക്കുക. 3-ാം അധ്യായത്തിലാ ചോദിക്കുന്നത്. സ്തോത്രം. ഇപ്പൊ നിങ്ങൾ ചോദിക്കുക, പൗലോസിന് ചോദ്യം ചോദിക്കാനേ നേരമുള്ളൂ. സ്തോത്രം. ദൈവത്തെ അറിയാവുന്നവൻ ഇങ്ങനെ ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. ചില സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം സ്തോത്രം സാറ് പഠിപ്പിക്കുന്ന കേട്ടിട്ട് വീട്ടിൽ വന്ന പിള്ളേരും ഉണ്ട്, പഠിക്കുന്ന കേൾക്കുമ്പോൾ ചോദ്യം ചോദിക്കുന്ന പിള്ളേരും ഉണ്ട്. ബൈബിൾ പഠിച്ച് ഒരു സംശയവും ഇല്ല, നീ പഠിച്ചിട്ടേ ഇല്ല. പഠിക്കുന്നവൻ 1000 സംശയ. സ്തോത്രം. എനിക്ക് ആദ്യമൊക്കെ ഇത് വായിക്കുമ്പോൾ മൊത്തം സംശയമാണ്. ഇതൊക്കെ ഒന്ന് തീരാൻ വന്ന പാട്.
കുറച്ചുകൂടെ പഠിച്ചപ്പോൾ സംശയങ്ങൾ ഇപ്പോഴും പൂർണ്ണമായിട്ട് തീർന്നിട്ടില്ല. ബൈബിളിൽ ഒരു സംശയമില്ലാത്ത ആരെങ്കിലും ഉണ്ട് യോഗം കഴിഞ്ഞ് എന്നെ കാണണം, നീ ഒന്നും പഠിച്ചിട്ടില്ലെന്ന് പറയാനാ. സ്തോത്രം. പോട്ടെ, ഞാൻ വാക്യത്തിലോട്ട് വരാം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ആത്മീക സന്ദേശം ശ്രദ്ധിച്ച്. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം. ചിലർ വിശ്വസിച്ചില്ല. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. എടാ, നീ വിശ്വസിച്ചില്ലെന്ന് കരുതി ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് എന്ത് വരത്തില്ല. കാരണം ഞാൻ പ്രസംഗിച്ചു തുടങ്ങുക, നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഓ ഹല്ലേലൂയ. എല്ലാവരും നിന്നെ നോക്കി പറഞ്ഞു നീ പരാജയപ്പെടുമെന്ന്. നീ ധൈര്യത്തോടെ പറയണം, അല്ല, ഞാൻ സേവിക്കുന്ന ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നിന്റെ കുടുംബത്തോട് ബന്ധപ്പെട്ട ദൈവം വിശ്വസ്തനെന്ന് തെളിയിക്കുന്ന അടയാളങ്ങൾ ഈ ദിവസങ്ങളിൽ നിനക്ക് തരട്ടെ. നീ പറയും അടുത്ത ദിവസങ്ങളിൽ, കർത്താവേ നീ വിശ്വസ്തൻ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഈ ചിലരൊക്കെ ഈ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുവാണ്, ഒരിക്കലും സ്തോത്രം, ഒരു മനുഷ്യന് ഒരു മനുഷ്യൻ്റെ ചെവി ഞാൻ ചെന്നിങ്ങനെ അദ്ദേഹത്തോട് പ്രവചിക്കുമ്പം പറയുകയാണ്, നിന്റെ സന്തതികളെ ഇരുമ്പഴികൾക്കകത്തുനിന്ന് വിടുവിച്ചത് ഞാനാന്ന്. പുള്ളിയോട് പ്രവചിക്കുക. പുള്ളി 2 കൈ ഉയർത്തി പറയാ, കർത്താവേ അങ്ങ് വിശ്വസ്തൻ. ഓ ഹല്ലേലൂയ, അങ്ങ് വിശ്വസ്തൻ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താ? അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, അബുദാബിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ മകനെ സ്തോത്രം മുകൾ കടകളിൽ നിന്ന ആൾക്കാര് ഒരു കുരുക്കി ജയിലിൽ കൊണ്ടിട്ടു. ദൈവത്തിന് സ്തോത്രം, 6 വർഷത്തെ ശിക്ഷ വിധിക്കേണ്ട കേസിനകത്ത് എൻ്റെ മോനെ കോടതി വെറുതെ വിട്ടു. പുള്ളി എന്നോട് കർത്താവിന് സ്തോത്രം പറഞ്ഞു, എൻ്റെ മോൻ ജയിലിൽ കിടക്കുമ്പോൾ 4 ദിവസം ഞങ്ങളുടെ വീട്ടിൽ ആഹാരം വെച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല. കമന്ന് കിടന്നുറങ്ങുമ്പോൾ ഇടിവെട്ടുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. അത് ദൈവത്തിന്റെ ശബ്ദമായിരുന്നു. ഞാൻ വിശ്വസ്തനാ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയട്ടെ, അസാധ്യതകളുടെ മുമ്പിൽ ദൈവം വിശ്വസ്തനെന്ന് പ്രൂവ് ചെയ്യാൻ പോവുക. നിന്റെ രക്തബന്ധങ്ങളുടെ മുമ്പിൽ വെച്ച് നിന്റെ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, യേശുവിന്റെ നാമത്തില് ഒരാമീ പറഞ്ഞാട്ട് കർത്താവിന്റെ സ്വന്തം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒന്ന് പറഞ്ഞ ദൈവം വിശ്വസ്തന, ഒന്ന് പറഞ്ഞ ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ. ഇന്ന് ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചോണ്ട് പോകണം, നീ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. എത്ര പേര് അതിന് ആമീൻ പറയും? നീ ആരാധിക്കുന്ന ദൈവം ആരാണ്? വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇനി കർത്താവിന്റെ സ്വന്തം നമ്മളോട് ബന്ധപ്പെട്ട് ദൈവം വിശ്വസ്തനാന്ന് കാണിക്കുന്ന ചില വചനങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ പോവാം. നമുക്ക് ബൈബിളിലോട്ട് വരാം. കർത്താവിന്റെ സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം. ഇറങ്ങി പോരാൻ പറ്റാത്തൊരു വാക്യത്തിലോട്ടാണ് കയറുന്നത്. പക്ഷെ ഒരു 10 മിനിറ്റ് നിന്നേച്ച ആ വാക്യത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോരും. കർത്താവിന്റെ സ്തോത്രം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. പൗലോസ് പറയുകയാണ്, നിങ്ങളെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തന. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. വലിയതെല്ലാം വിട്ടേച്ച് കൈകൊട്ടി പാടാറിറങ്ങിയപ്പോൾ നാട്ടുകാര് പോഷത്വം എന്ന് പറഞ്ഞെങ്കിലും പ്രാർത്ഥിക്കുന്ന നിന്നോട് ആ ദൂത്, നിന്നെ വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാ. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എല്ലാം തീരാൻ പോവുക, എല്ലാം അവസാനിച്ചെന്ന് പറയുമ്പോൾ വചനം പറയുക, നിന്നെ വിളിച്ചത് മനുഷ്യരല്ല, നിന്നെ വിളിച്ചത് ദൈവമാണ്. നീ ലജ്ജിക്കാൻ സമ്മതിക്കത്തില്ല. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാ. ഈ നമ്മുടെ മനസ്സിൽ ഈ ധൈര്യം കയറണം. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുന്ന ഒരു സന്ദേശം നിങ്ങളോട് ഞാൻ പറയാം. കാലതാമസങ്ങളൊക്കെ ഇന്ന് വഴിമാറാൻ പോവുക. എന്നോട് വർഷങ്ങളായി എഴഞ്ഞെഴഞ്ഞ് നീങ്ങുന്ന ചില പ്രോബ്ലത്തെ ഇന്ന് ദൈവാത്മാവ് വേഗത കൂട്ടാൻ പോവുക. പ്രാർത്ഥിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുക. ഈ കൂട്ടായ്മയിലേക്ക് നിന്നെ കൊണ്ടുവന്ന ദൈവം വിശ്വസ്തനെന്ന് നിനക്ക് ബോധ്യം വരും. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ പറയും ചിലപ്പം, പാസ്റ്ററെ
ഞാനൊരു അനുഭവ സാക്ഷ്യം കേട്ട് രക്ഷിക്കപ്പെട്ട് ഈ ചർച്ച വന്നതാണ്. ചെല്ലു പറഞ്ഞു ഞാൻ അങ്ങനൊന്നും വന്നതല്ല. ഞാനൊരു മീറ്റിങ്ങിൻ്റെ പോസ്റ്റർ കണ്ടു. പിന്നെ മീറ്റിങ്ങിൻ്റെ പോസ്റ്റർ മാത്രമേ ഭിത്തിയേലുള്ളൂ, മൊത്തം പോസ്റ്ററാണ്. അത് കണ്ടപ്പം നിന്റെ അകത്ത് ആ പോസ്റ്റർ ഭിത്തിയെ പതിഞ്ഞ പോലെ നിന്റെ ഉള്ളിൽ പതിഞ്ഞു. ഒരാമയും വരുന്നില്ല. ഈ ചിലരെ ഒരു യോഗം വെക്കാൻ കണ്ടില്ലയോ, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, പ്രസംഗമുണ്ട്, പ്രവചനമുണ്ട്, വെളിപ്പാടുണ്ട്, ദൈവസാന്നിധ്യമുണ്ട്. ഇതെല്ലാം കൂടെ ഒരു യോഗത്തിൽ എന്തിനാണെന്നറിയോ? ഇതിലേതെങ്കിലും ഒന്ന് നിന്റെ അകത്ത് പതി. ചിലർക്ക് പ്രവചനാ പതിയുന്നേ, ചിലർക്ക് വെളിപ്പാടാ പതിയുന്നു. ഒരാമയും പറഞ്ഞാട്ട് ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഒരു യോഗത്തിന് വരുന്ന ഒരുവന്റെ ആത്മാർത്ഥത കണ്ടിട്ട് ഇതിലേതെങ്കിലും ഓർണം അവന്റെ ഉള്ളിൽ പതിയും. ചിലപ്പോൾ ഒരു പാട്ടായിരിക്കും. ചില യോഗം കഴിയുമ്പം ഞാൻ ചോദിച്ചു, ബ്രദറെ എങ്ങനെയുണ്ടെന്ന്? ഓ ഇന്നത്തെ പാട്ട്, ഇന്നത്തെ പാട്ട്, ഓ എന്നാ ഭയങ്കരമായിരുന്നു. മറ്റൊരാളോട് നിങ്ങളുടെ ഓ ഇന്നത്തെ പ്രാർത്ഥന, എൻ്റെ ബ്രദറെ. വേറെ ചെന്ന് മീറ്റിംഗ് ഉണ്ട്, ഉയ്യോ വചനം എന്നാ ദൂതായിരുന്നു. വേറെ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു പ്രാർത്ഥന? ഓ ഇന്നത്തെ ദൈവസാന്നിധ്യം. കേട്ടോ, ഇതിലേതോ ഒന്ന് അവനെ തൊട്ടിട്ടുണ്ട്. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നീ ആകർഷിക്കപ്പെട്ട് ഈ കൂട്ടായ്മയിലേക്ക് വന്നതല്ല, നിന്നെ ഈ കൂട്ടായ്മയിലേക്ക് ദൈവം കൊണ്ടുവന്നതാണ്. നിന്നെ ഉന്നത വിളി കൊണ്ട് വിളിച്ചു. നിന്റെ രക്തബന്ധങ്ങളെ വിളിച്ചില്ല, പക്ഷെ നിന്നെ വിളിച്ചു. എനിക്ക് പ്രസംഗിക്കാൻ ആവേശം തരുന്ന ഏറ്റവും വലിയ സബ്ജക്റ്റ് എന്നാന്നറിയാമോ? എന്നെ ദൈവം വിളിച്ചു. ഒരാമയും പറഞ്ഞാട്ട്, നിന്റെ കുടുംബത്തിൽ നിന്നേക്കാൾ ശ്രേഷ്ഠന്മാരും മാന്യന്മാരും ഉന്നതന്മാരും ഉണ്ടായിട്ടും അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് നിന്നെ അവൻ പേര് ചൊല്ലി വിളിച്ചു. ഓമനെ പേര് ചൊല്ലി വിളിച്ചു. എവിടെ? യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചു. വിളിച്ചാ കർത്താവ് പറയാ, നിന്നെ ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ച ഞാന് വിശ്വസ്തനാ. ഞാനൊരിക്കലൊരു കല്യാണം നടത്താനായിട്ട് പോയി. എൻ്റെ ജീവിതത്തിൽ അന്ന് ആദ്യത്തെ അനുഭവമാണ്. എനിക്ക് ആ ചർച്ചുകാരെ വലിയ പരിചയമില്ല. ഒരു ചർച്ചുകാരൻ എന്നെ കല്യാണം നടത്താൻ വിളിച്ച. അപ്പം ഞാനവിടെ കല്യാണത്തിന് ചെന്നപ്പോൾ അവിടുത്തെ പാസ്റ്റർ പെണ്ണിനും ചെറുക്കനും സാക്ഷി പറയാൻ സമയം കൊടുത്തു. ഞാനും ഓർത്ത്, കർത്താവേ എന്തിനാ ഇങ്ങനെ സാക്ഷി പറയാനൊക്കെ കല്യാണത്തിന് കൊടുക്കുന്നേ? യോഗത്തിന് പറഞ്ഞാൽ പോരായോ? ആദ്യം പെങ്കൊച്ചാ സാക്ഷി പറഞ്ഞു. അവള് പറഞ്ഞു, എൻ്റെ അമ്മ ഒരു വീട്ടിൽ കൂലിപ്പണി കഴിഞ്ഞ് തിരിച്ചു വരുമ്പം കവലയിൽ കേട്ടൊരു സുവിശേഷ പ്രസംഗത്തിൽ വെച്ച് എൻ്റെ അമ്മ ആകർഷിതയായി. ഞങ്ങൾക്ക് അപ്പനില്ല, അപ്പം മരിച്ചുപോയി. 2 പെൺമക്കളെ എൻ്റെ അമ്മ വളർത്തിക്കൊണ്ട് വരിക. ആ സുവിശേഷ പ്രസംഗം അമ്മയെ അവിടെ അടുത്തുള്ള ഹോളിലേക്ക്, പ്രാർത്ഥനാ സ്ഥലത്തേക്ക് കൊണ്ടെത്തിച്ചു. വീട്ടുകാരെല്ലാം വെറുത്തു, നാട്ടുകാരെല്ലാം വെറുത്തു. ആരും അമ്മയോട് മിണ്ടത്തില്ല. വീടുകളിൽ പോയി പണി ചെയ്തും കൂലിപ്പണി ചെയ്തും ഞങ്ങൾ 2 പെൺപിള്ളാരെ വളർത്തി. എന്നിട്ട് അവൾ പറയുക, ഞാനിപ്പം അമേരിക്കയിലാണ്. എനിക്ക് അമ്മി ഒരു അനിയത്തിയുണ്ട്, അവൾ കാനഡയിലാണ്. ജീസസ്, ഞങ്ങൾക്ക് അമേരിക്കയിലും വീടുണ്ട്, കാനഡയിലും വീടുണ്ട്, നാട്ടിലും വീടുണ്ട്. എന്നിട്ട് അവൾ പറയുക, ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാ. ആ സദസ്സിൽ ഇരുന്ന മുഴുവൻ പേരും വാവിട്ട് കരഞ്ഞു. എനിക്കും തോന്നി, അനുഭവമുള്ളവന് കല്യാണത്തിൽ ഒരു സാക്ഷ്യം പ്രയോജനം ചെയ്യും. സാക്ഷി പറഞ്ഞത് ആരുടെയാണെന്നറിയാമോ? അവരുടെ അമ്മയോട് 15 കൊല്ലം മിണ്ടാത്തവരും 20 കൊല്ലം മിണ്ടാത്ത സഹോദരയുടെ മുമ്പിൽ വെച്ച് അവൾ വെളിപ്പെടുത്തി തരിക. ആമി ദൈവത്തിന് സ്തോത്രം. ഇന്നെൻ്റെ രക്തബന്ധങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ പറയുക, ഞങ്ങളെ വിളിച്ച ദൈവം. എനിക്ക് ഈ വചനം വെളിപ്പാട് തരുമ്പോൾ ഒരു ബോധ്യം തരുന്നത്, ഈ ദിവസങ്ങളിൽ നിന്റെ ദേശത്തു തന്നെ ദൈവം വിളിച്ചതിൻ്റെ മാന്യത, ദൈവം നിന്നെ വിളിച്ചതിന്റെ മാന്യത നിന്റെ ദേശത്ത് വെച്ച് തന്നെ. ചിലരുടെ മേൽ കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ. ഇനി ഞാൻ നിങ്ങളോട് പറയാം,
കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ട നിന്റെ ജീവിതത്തിൽ ജഡത്തിലല്ലേ വസിക്കുന്നത്, താഴ്ചകളും ബലഹീനതയും ഒക്കെ വരാം. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു വാക്യം കൂടെ ബൈബിളിൽ നിന്ന് വായിക്കാം. ഹല്ലേലൂയ. 1 യോഹന്നാന്റെ ലേഖനം എടുത്തേ, 1-ാം അധ്യായം എടുത്തേ, 9-ാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും. ദൈവം വിശ്വസ്തനാന്ന് വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ ഒരാൾ തെറ്റ് ചെയ്താൽ നിങ്ങളത് ഏറ്റു പറയുന്നുവെങ്കിൽ നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിച്ച് നിങ്ങളെ ശുദ്ധീകരിക്കാൻ, ഒന്നുകൂടെ വായിച്ചേ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും. അവൻ വിശ്വസ്തനായ ദൈവമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും പാകപ്പിഴകൾ വന്നാൽ ബൈബിളിൽ പറയുക, ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരത്തില്ല. അടുത്ത വാക്യം പറയാം, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് എന്തെങ്കിലും അവിശ്വസ്തത ജീവിതത്തിൽ വന്നെങ്കിൽ ഇന്നത് ഏറ്റുപറയണം. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് പറയുവാണ്, ഒരു ഏറ്റുപറച്ചിൽ ഈ ദിവസങ്ങളിൽ ദൈവം വിശ്വസ്തനാണെന്ന് നിന്റെ വീട്ടിൽ തെളിയിക്കും. ദൈവം നിന്റെ അനീതികളെ പോക്കി നിന്നെ ശുദ്ധീകരിക്കും. എന്നോട് ദൈവത്തെ വേഗത്തിൽ ചെയ്തെടുക്കാനുള്ള ഒരു ദൈവപ്രവൃത്തി നിന്റെ വീടിനോട് ബന്ധപ്പെട്ട് ഉടനെ നടക്കാനുണ്ട്. ഓ ഹല്ലേലൂയ. ചിലര് ചോദിക്കും, ചിലർ നമ്മളോട് പ്രാർത്ഥിക്കാൻ വരുമ്പം ചോദിക്കുന്ന ചോദ്യമാണ്, പാസ്റ്ററെ എൻ്റെ എന്തെങ്കിലും കുറവുണ്ട് വെളിപ്പെടുത്ത, ഞാനത് ക്രമീകരിക്കാൻ തയ്യാറാ. ആ ചോദ്യം നല്ലതാ, പക്ഷേ ധാരാളം കുറവ് നിനക്കുണ്ട്. അത് ദൈവത്തോട് നീ ഏറ്റുപറയണം. കാരണം നിന്നെ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തനാ. അടുത്ത വാക്യത്തില് എബ്രായ ലേഖനത്തിൽ വാക്യമുണ്ട്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ. വാഗ്ദത്തം, ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു വെളിപ്പാട് നിന്നോട് പറയാം. ഈ ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിനകത്ത് വാഗ്ദത്തങ്ങൾ ചുരുളഴിയണം. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല. ഈ ദിവസങ്ങളിൽ നിന്റെ സന്തതിയോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, നിന്റെ കുടുംബത്തോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, വാഗ്ദത്തങ്ങളിൽ അവൻ വിശ്വസ്തനാണ്. 1-2 മിനിറ്റുകൾ ദൈവത്തെ സ്തുതിച്ച കർത്താവേ, അങ്ങ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങളിൽ അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടേച്ച് പറ, വാഗ്ദത്തങ്ങൾ, വാഗ്ദത്തം പറഞ്ഞവൻ വിശ്വസ്തനാന്ന് പറ. ആരുടെയൊക്കെയോ ജീവിതത്തിൽ എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുക, ചുരുട്ടിവെച്ച ചുരുളഴിയുന്നത് പോലെ ചില ദിവസത്തിനുള്ളിൽ നിന്റെ വാഗ്ദത്തങ്ങളുടെ ചുരുളഴിയട്ടെ. ദൈവം വിശ്വസ്തനെന്ന് തെളിയിക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഒരിക്കലും വിടുതൽ നടക്കത്തില്ലെന്ന് നീ കൊണ്ട് പറഞ്ഞ വിഷയത്തിനകത്ത് ആ ചുരുളഴിക്കാൻ വാഗ്ദത്തത്തിന്റെ സമയമായിരിക്കുക. യേശുവിന്റെ നാമത്തിൽ എത്ര പേരുടെ ഉള്ളിൽ പറയുന്നുണ്ട്, കർത്താവേ ആ വാഗ്ദത്ത നിവർത്തിയുടെ സമയമായി. നിന്റെ കുടുംബത്തിനകത്ത് ദൈവം വിശ്വസ്തനെന്ന് തെളിയിക്കുന്ന അടയാളങ്ങൾ ഇതാ നിന്റെ ഫാമിലിയിൽ. കർത്താവിന്റെ സാന്നിധ്യം ഇതിനകത്തോടെ നടക്കുക. ഞാനൊരു വെളിപ്പാട് നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. ചുരുളുകളെല്ലാം നിവരുന്നത് പോലെ നിന്റെ മുമ്പിൽ തമ്പുരാൻ ചിലതിനെ ഇങ്ങനെ നിവർത്തി കാണിക്കാൻ പോവാ. നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ ആ മറുപടി വെളിപ്പെടാൻ പോവാ. അപ്പം ഇതെല്ലാം ദൈവം ചെയ്യുന്ന കാര്യം. ഇതെല്ലാം ചെയ്യാൻ കാരണം എന്താണെന്നറിയോ? ദൈവം വിശ്വസ്തൻ. അപ്പൊ വിളിച്ചവൻ വിശ്വസ്തൻ. തെറ്റ് ചെയ്താൽ അത് ഏറ്റു പറഞ്ഞാൽ നിന്നെ ശുദ്ധീകരിപ്പാൻ അവൻ വിശ്വസ്തൻ. 3 വാഗ്ദത്തം ചെയ്തവൻ ഞാൻ ഇവിടോട്ട് തിരിച്ചു വരും. എന്നാൽ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ദൂതിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. ഈ 1 കൊരിന്ത്യർ 4-ാം അധ്യായം 2-ാം വാക്യം പിന്നെ വായിച്ചാൽ മതി. അവിടെ എഴുതിയിട്ടുണ്ട്, നാം വിശ്വസ്തരായിരിക്കണം. നാം എന്തോ ആയിരിക്കണം? ഒന്ന് അടുത്തിരിക്കുന്ന ആളെ തൊക്കെ പറ, നിങ്ങൾ വിശ്വസ്തരായിരിക്കണം എന്ന് പറ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന് സ്തോത്രം. എന്തോ ആയിരിക്കണം? വിശ്വസ്തരായിരിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുന്ന ചില ഭാഗങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാം. ഇന്ന് പലതിന്മേലും വിടുതൽ നടക്കും. നിങ്ങൾ വിശ്വസ്തരായാൽ മതി. എല്ലാ അവിശ്വസ്തതയും ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയണം. എന്നിട്ട് ഞാൻ ഇനി മുതൽ വിശ്വസ്തനായി ജീവിക്കുമെന്ന് ഇന്നത്തെ പ്രാർത്ഥന തീരുമാനിക്കണം. ഇങ്ങോട്ടേക്ക്
കൈയടിച്ച് ജീവിക്കാൻ എളുപ്പമാണ്. അന്യഭാഷ പറഞ്ഞ് ജീവിക്കാൻ അതിനെക്കാട്ടി എളുപ്പമാണ്. ലോർഡ് ഗ്ലോറി. ഉപവസിച്ച് ജീവിക്കാൻ എളുപ്പമാണ്, പക്ഷെ വിശ്വസ്തരായി ജീവിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, ഒരു ശ്രമം നടത്തുമോ? എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, നിന്റെ കുടുംബം ദൈവപ്രവർത്തിക്ക് സാക്ഷിയാകേണ്ട ദിവസം വളരെ അടുത്തിരിക്കുക. ഇന്ന് നിന്റെ ഒരു കുറവ് പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുക. നിങ്ങളുടെ മാത്രമല്ല, ഈ ദൂത് കേൾക്കുന്ന എല്ലാവരുടെയും കുറവ്. ആ കുറവ് എന്താണ്? നിന്റെ അവിശ്വസ്തത. ഇന്ന് മാറിപ്പോകിട്ട് നീ വിശ്വസ്തനാകണം. നമുക്ക് വചന വെളിപ്പാട്, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇനി വലിയ കയ്യടിയും ബഹളവും ഒന്നും ഇവിടെ കാണത്തില്ല കുറച്ചു നേരത്തേക്ക്. പക്ഷേ നിന്റെ കുറവ് നിനക്ക് ബോധ്യപ്പെടും. അതിവിടെ ഇരുന്ന് ആരോടും ഷെയർ ചെയ്യണ്ട. പക്ഷെ ഇന്ന് ആ കുറവിന് നീ പരിഹാരം കണ്ടെത്തണം. ഞാനൊരു വെളിപ്പാട് പറയാം. ഒഴുകി വരുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തുന്ന ഡാമിന്റെ ഷട്ടർ ഉയർത്തുന്ന പോലെ നിന്റെ കുടുംബത്തിൽ വാക്തത്വങ്ങളുടെ ചുരുളഴിയും. എന്തോ ഒരു തടസ്സമുണ്ടെന്ന് നിനക്കറിയാം. നിങ്ങൾക്ക് ഈ ചില ആൾക്കാർ പറയത്തില്ലയോ, ബ്രദറെ ധാരാളം വാക്തത്വമുണ്ട്, പക്ഷെ എന്തോ ഒരു തടസ്സം, അത് നിനക്ക് വെളിപ്പെടുത്താൻ പോവാം. നമുക്ക് ബൈബിളിലോട്ട് ചില ചിന്തകൾ നമ്മുടെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവരാം. യോശുവയുടെ പുസ്തകം നമുക്കൊന്ന് എടുക്കാം. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 14-ാമത്തെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 14-ാമത്തെ വചനം. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട്, അവിടെ തൊട്ട് യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ. വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ. അപ്പൊ ദൈവത്തെ സേവിക്കുന്നവൻ എന്തു വേണം? വിശ്വസ്തത. ചോദ്യം, പാസ്റ്ററെ ഞാൻ ഈ ചർച്ചിലാണ് വരുന്നത്, എന്നെ അങ്ങ് വിശ്വസ്തനാക്കണമെന്ന് വിചാരിച്ചാൽ ഒരു ഉപദേശിക്കും പറ്റുകയില്ല. വിശ്വസ്തരാകാൻ അവരവർക്ക് മാത്രമേ പറ്റൂ. അടുത്തിരിക്കുന്ന ആളെ തൊട്ട് വെച്ചറ, നീ ഒന്നുകൂടെ മനസ്സ് വെക്കണമെന്ന് പറ വിശ്വസ്തനാകാൻ. വലിയ പ്രയാസമുള്ള കാര്യമാണ്. നിങ്ങൾ ഇപ്പൊ പറയുക പ്രസംഗത്തിന്, നിങ്ങൾക്ക് വലിയ അനുഗ്രഹം വരാൻ പോവാ. ഇന്ന് യോഗം കഴിയുമ്പം ഒരു കുത്ത് നോട്ട് സ്വോത്രാച്ച ഇട്ടോളാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇടും. നിങ്ങൾക്കുള്ളത് പാവങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കും. കൈ അടിക്കാൻ നിർത്താതെ 20 മിനിറ്റ് കൈയടിക്കാൻ പറഞ്ഞാൽ കഴിക്കും. 7 മണിക്കൂർ മുടങ്ങാതെ പ്രാർത്ഥനയിൽ ഇരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കും. പക്ഷേ വിശ്വസ്തരായി ജീവിക്കാൻ വലിയ പാടാണ്. നിങ്ങളോട് തന്നെ ചോദിച്ചേ, നിങ്ങളുടെ പല അനുഗ്രഹങ്ങളും മുടങ്ങിയത് നിങ്ങളുടെ വിശ്വസ്തതയില്ലായ്മയല്ലേ? സ്തോത്രം. ഇനി എന്തിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുക? അക്കമിട്ട് പറയാം. ഒന്ന്, ദൈവത്തെ സേവിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എന്തുവായിരിക്കണം? താഴോട്ട് പിന്നെ നിങ്ങൾ വായിച്ചു നോക്കണം. യോശുവ ഏത് സാഹചര്യത്തിലാ പറഞ്ഞത്? അതിന്റെ താഴെ യോശുവ എഴുതി, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞ വിട്ടുപോയതിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുന്നെങ്കിൽ എനിക്ക് മടിയില്ല, എനിക്ക് പേടിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ദൈവത്തെ സേവിക്കുന്നു. ആരെല്ലാം നിന്നെ മടക്കി കൊണ്ടുപോകാൻ നോക്കിയാലും വിട്ടതിനെ സേവിക്കരുത്. കളഞ്ഞു പോതിനെ തിരിച്ചു പിടിക്കരുത്. ഛർദിച്ചതിനെ നക്കരുത്. അതിനെ നായെന്നാ ബൈബിൾ വിളിക്കുന്നു. ദൈവത്തെ സേവിക്കുന്നവൻ വിശ്വസ്തനായിരിക്കും. രണ്ടാമത്തെ സന്ദേശം 37-ാം സങ്കീർത്തനം 3-ാം വാക്യം 4-ാം വാക്യം. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. അടുത്ത കേട്ടോ, ദേശത്ത് പാർത്ത് വിശ്വസ്തത വിശ്വസ്തത ആചരിക്കാം. ഭയങ്കര പ്രയാസ. ദേശത്ത് പാർത്ത് റിമോട്ട് കൺട്രോൾ ഉള്ള ഗേറ്റ് വെക്കാൻ പറഞ്ഞാൽ നമ്മൾ വെക്കും.
ഞങ്ങളുടെ വീട് നാട്ടുകാർ. പക്ഷെ ബൈബിൾ അങ്ങനെ പറഞ്ഞ ദേശത്ത് പാർത്ത് എന്തോ ആചരിക്കണം? എല്ലാരെയും ബോധിപ്പിക്കണ്ടാവേ. നിന്റെ ഉള്ളിൽ ഞാൻ വിശ്വസ്തനാന്ന് ലാലുവിനെ ബോധിപ്പിക്കണ്ടെന്ന് എനിക്ക്. പക്ഷെ എന്റെ പ്രവൃത്തി കൊണ്ടും എന്റെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾക്കറിയാം, ഒരാൾ ദൈവസന്നിധി വിശ്വസ്തനാന്ന് അവന്റെ പ്രാർത്ഥനയുടെ പ്രാഗൽഭ്യം ഭയങ്കരമാണ്. പ്രാർത്ഥിക്കാനൊക്കെ ചെല്ലുമ്പോൾ ഒരാൾ വിശ്വസ്തനായാൽ, അവിശ്വസ്തരായി മാറിയാൽ വേറെ കുഴപ്പമൊന്നുമില്ല, പ്രാർത്ഥിക്കാനുള്ള പ്രാഗൽഭ്യം നഷ്ടപ്പെടും. ഒരിക്കൽ ഞാനൊക്കെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ കാലഘട്ടങ്ങളിൽ മുഴുരാത്രി പ്രാർത്ഥനകൾ നടത്തും. അപ്പൊ ഒരു മനുഷ്യനുണ്ടായിരുന്നു, അയാൾ ഭയങ്കര പ്രവാചകനായിരുന്നു. ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പ്രവചനം എന്ന് പറഞ്ഞാൽ കൃത്യപ്രവചന. കഴിഞ്ഞ കുറച്ചു നാൾ മുമ്പ് ഞാൻ ആ മനുഷ്യനെ ഒരിടത്ത് വെച്ച് കണ്ടു. ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ പോവോ, മോർച്ചറി വെച്ചേക്കുന്ന പോലെ ഇരിക്കുന്നു. ഞാൻ ചോദിച്ചു, അച്ഛൻ തന്നെ ഇല്ലയോ? അതെ. എന്നെ പറ്റി? ഞാൻ അവിശ്വസ്തനായി. ഇത്രയുള്ളൂ പുള്ളിക്ക് പരാതി. പ്രവചനം എവിടെ പോയി? അവിശ്വസ്തൻ പ്രവചിച്ച പ്രവചനമാവും അവസ്ഥ. ഒരാൾ അവിശ്വസ്തനായാൽ അവന്റെ അകത്തെ പ്രാഗൽഭ്യം തന്നെ നഷ്ടപ്പെടും. ഓരോ ദിവസവും അവന്റെ ആത്മീയ കരുത്ത് കുറഞ്ഞു 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 വന്ന് അവൻ ശേഷം മനുഷ്യനെ പോലാവും. അല്ലാതെ ഒരു ദിവസം രാവിലെ ഡിമ്മാവുമല്ല. എന്നാൽ ഒരുവൻ വിശ്വസ്തനാണെങ്കിൽ അവന്റെ ധൈര്യം എന്നാന്നറിയാമോ? ഏത് കൊടുങ്കാറ്റിളകി വരട്ടെ, ഞാൻ വിശ്വസ്തനായിട്ടാ നിൽക്കുന്നത്. ഇനി ദൈവത്തിന്റെ ദൂത് കേട്ടോ, നീ അല്പത്തിൽ വിശ്വസ്തനായാൽ നിന്നെ ഞാൻ അധികത്തിന് വിചാരകനാക്കാം. ഇന്ന് പകൽ ആരാധിക്കുന്ന ചിലരോട് പറയാം, ഇന്നും നിന്നിൽ തുടങ്ങേണ്ട ഒരു ദൂത് പറയുക. അത് തുടങ്ങിയാൽ നിന്റെ സ്ഥിതി മാറും. ഒരു ചോദ്യം, നിങ്ങളുടെ അവിശ്വസ്തത പ്രാഗൽഭ്യത്തെ ഇല്ലാതാക്കിയിട്ടുണ്ടോ? നമ്മളെ ഒന്നും ആർക്കും മനസ്സിലായിട്ടില്ലെന്നേ. ഈ ചിലരൊക്കെ നമ്മളെ കളിയാക്കി ചോദിക്കും, ഈ പെന്തിക്കോസുകാരുടെ ഇടയിൽ ഇത്ര കുറ്റമുണ്ടോ? നിനക്കിത് കുറ്റമെന്ന് തോന്നാൻ കാര്യം എന്നാണെന്നറിയോ? ഒരുവൻ ശുദ്ധീകരിക്കപ്പെടാവുന്നതിന്റെ അത്രയും ശുദ്ധീകരിക്കപ്പെടണമെന്നാ ബൈബിൾ പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ നോക്കി, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കുന്നു, കള്ളു കുടിക്കുന്നു, ഒരു പ്രശ്നവും ഇല്ലല്ലോ. വീഡിയോ സിഗരറ്റ് വലിക്കുന്നു, ഒരു കുഴപ്പമില്ലല്ലോ. ഞങ്ങളുടെ അച്ഛൻ ഈയിടെ ഒരു കുഴപ്പമില്ലല്ലോ. അവിടെ മിണ്ടുന്നില്ല. നിങ്ങൾക്ക് മാത്രം എന്തുവാ? നിങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരാണോ? എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ കുറവ് തപ്പി നടക്കാം. ഒരു ചോദ്യം, നീ നിന്റെ കുറവ് കണ്ടെത്തിയാൽ നിനക്ക് വിശ്വസ്തനായി ജീവിക്കാം. ഞാൻ തുടക്കത്തിലേ പറയാം, പണ്ട് പ്രായമുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. പഴഞ്ചൊല്ല് പറയാൻ പാടില്ലെന്നാണ്. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും. നിങ്ങൾ ഉപ്പ് തിന്നാൽ ഞാൻ വെള്ളം കുടിക്കുകയില്ല. ഞാൻ ഉപ്പ് തിന്നാൽ നിങ്ങളും വെള്ളം കുടിക്കുകയില്ല. ആര് തിന്നുന്നോ വെള്ളം വിടുന്നില്ല. എന്റെ കൂടിരിക്കുന്ന ആടക്കും ശരിയല്ലാത്തോണ്ടാ എനിക്ക് അനുഗ്രഹം കിട്ടാത്ത. അങ്ങനെ ബൈബിളിൽ ഇല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ബൈബിൾ ചോദിക്കുക, പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ വിശ്വസ്തരാണോ? ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കാം. അടുത്ത വാക്യം ശ്രദ്ധിക്കാമോ? ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കാം, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. എന്നിട്ട് നീ എന്ത് ചെയ്യണം? യഹോവയിൽ ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിച്ചിട്ട് യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. രസിക്കുക, ചിരിച്ചോണ്ട് നടക്കുന്നില്ല, ആനന്ദിക്കുക. അടുത്ത കേട്ടോ, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഓ, ഈ ദിവസങ്ങളിൽ നിന്റെ ആഗ്രഹം നിന്റെ വീട്ടിൽ സാധിക്കാൻ പോവുക.
കാരണം യഹോവയിൽ തന്നെ സന്തോഷിച്ചോ. കാരണം ദേശത്ത് പാർത്ത്. നിങ്ങൾക്കറിയോ, ഈ വിശ്വസ്തന്മാരെ ദൈവത്തിന് എന്നാ ഇഷ്ടാന്നറിയോ? നാട്ടുകാർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. വിശ്വസ്തന്മാരെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഈ 101 സങ്കീർത്തനം 6 വാക്യം കേട്ടോ. ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എന്റെ ദൃഷ്ടി അവരുടെ മേൽ ഇരിക്കുന്നു. ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന്. എല്ലാരും അല്ല, ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന്, ദൈവത്തോടുകൂടെ വസിക്കേണ്ടതിന് എന്റെ ദൃഷ്ടി അവരുടെ ദൈവത്തിന്റെ ദൃഷ്ടി അവരുടെ മേൽ എക്കാലവും ആരുടെ മേലുണ്ട്? വിശ്വസ്തന്മാരുടെ മേലുണ്ട്. Glory to God. അവരോടൊക്കെ ഉള്ള ഒരു ദൂതാണ്, നിനക്ക് വിരോധമായി വരുന്ന യാതൊരായുധവും നിന്നെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാക്കാം. കാരണം എന്താ? നിന്നെ വിശ്വസ്തനെന്ന് അവൻ എണ്ണിയിരിക്കുക. ഒരാമയും പറഞ്ഞു തുടങ്ങണം. നമുക്ക് ഇച്ചിരുടെ ഗഹനമായ ഭാഗങ്ങളിലോട്ട് നമുക്കൊന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ, അവിടെ ഇരിക്കുക. ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എന്റെ ദൃഷ്ടി അവരുടെ മേലിരിക്കുന്നു. കേട്ടോ, ദൈവത്തിന്റെ ദൃഷ്ടി ആരുടെ മേലിരിക്കുക? വിശ്വസ്തന്മാരുടെ മേലിരിക്കുക. എന്തിനാ? അവൻ ദൈവത്തോടുകൂടെ വസിക്കേണ്ടതിന്. ഹല്ലേലൂയ. ഞാൻ ഇനി പ്രധാനമായ ഭാഗത്തേക്ക് നിങ്ങളുടെ ചിന്തകളെ ഒന്ന് കൊണ്ടുവരാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, സങ്കീർത്തനം ഈ 91 സങ്കീർത്തനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു വാക്യമാണ്. അവിടെ സങ്കീർത്തനക്കാരൻ പറയുക, അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയുമാ. അവന്റെ വിശ്വസ്തത വായിക്കണം. 3-ാം വാക്യം, അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കും. ഇവിടെ രാമിയും പറഞ്ഞേ, താഴത്തെ വാക്യത്തില തൊടുന്നെങ്കിൽ ഇവിടെ ഒരു ദൂത് പറയണം. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുക, നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും ഇന്ന് പകൽ ആരെല്ലാം കെണി വെച്ചാലും നിന്നെ വിടുവിക്കും. കാരണം അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം. ഓ നന്ദി കർത്താവേ. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. എന്തോ നല്ല വാക്യമാ. ദൈവത്തിന്റെ തൂവല് കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. രാമിയും പറഞ്ഞാട്ട് ഇനി അടുത്ത വാക്യം കേട്ടെ. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പലകയുമാവും. നിനക്ക് പലകയായി. ഓ രാമിയും, അവന്റെ വിശ്വസ്തത. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയും, ഈ ദിവസങ്ങളിൽ ദൈവം തെളിയിക്കാൻ പോവുക, നിന്റെ തലമുറയോട് ദൈവം വിശ്വസ്തനാണെന്ന്, നിന്നോട് ദൈവം ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ബൈബിളിലെ ആരെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ടോ അവരെല്ലാം വിശ്വസ്തരാണ്. അവരെല്ലാം. അടുത്തിരിക്കുന്ന ആളോടൊന്ന് ചോദിച്ചാൽ, ദൈവം ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചേ. ആഗ്രഹമുണ്ടോ? ഒന്ന് പറഞ്ഞേ. വിശ്വസ്തരായിരിക്കും. വേറെ ഒന്നും വേണ്ട. എന്താ വേണം? ദൈവം ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വിശ്വസ്തരായിരിക്കും. ഞാൻ ബൈബിളിൽ നിന്നൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഞാനൊരു ആത്മീക കാഴ്ചയോടെ പറയാം. നീ വിശ്വസ്തനായതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ദൃഷ്ടി നിന്റെ മേൽ തന്നെ ഉണ്ട്. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലക. സംഖ്യാപുസ്തകം ഒന്ന് എടുക്കാം. നമുക്ക് 12-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. 7-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എന്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകും. ഇത് ദൈവം പറയുന്ന വാക്കാണ്. രാമിയും പറഞ്ഞാണ്. സാഹചര്യം അറിയോ? മോശയെ ഒതുക്കാൻ അഹരോനും മിരിയാവും എഴുന്നേറ്റു. എനിക്ക് ഇവിടെ ഒരു വെളിപ്പാടൊക്കെ പറയാനുണ്ട്.
ഒതുക്കാൻ എഴുന്നേറ്റവൻ കരുത്തനാണെങ്കിലും നീ വിശ്വസ്തനാണെങ്കിൽ നിനക്ക് വേണ്ടി ഇടപെടുന്നത് ദൈവമായിരിക്കും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. മോശയുടെ ശുശ്രൂഷയെയും മോശയുടെ വിളിയെയും മോശയുടെ ദൈവിക ഇടപെടലിനെയും ഒതുക്കിക്കളയാൻ ചിലർ എഴുന്നേറ്റെങ്കിലും മോശ ഒതുക്കാൻ പറ്റാത്തതിന്റെ കാരണം ദൈവം എന്തുവാണ് പറയാണ്? മോശ വിശ്വസ്തനാണ്. നീ വിശ്വസ്തനാണെങ്കിൽ, നീ സേവിക്കുന്ന ദൈവവും വിശ്വസ്തനാണെങ്കിൽ, ബൈബിളിൽ വാക്കുണ്ട് വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു. അടുത്ത പറയാം, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ഒരാമീൻ പറയണം. ഇന്ന് പകൽ നിന്റെ അകത്തുനിന്ന് വിശ്വസ്തത മുളയ്ക്കണം. നീതി സ്വർഗത്തിൽ നിന്ന് നോക്കാൻ പോവാ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്. ചിലരുടെ മുമ്പിൽ ദൈവം തെളിയിക്കാൻ പോവാ നീ വിശ്വസ്തനാണെന്ന്. സ്തോത്രം. പെട്ടെന്ന് അഭാവമൊക്കെ ഞാൻ വിടാൻ പോവാ. കാരണം ഒരു വാക്യത്തിലേക്ക് വന്നാൽ മതി എനിക്ക്. ദാൻ മുതൽ ബേർശേബ വരെ ഉള്ള എല്ലാ ഇസ്രായേലും ശൗമേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. 1 ശമൂവേൽ 3:20. ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേലൊക്കെ ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. ചോദ്യം, മോശ ഉപയോഗിക്കപ്പെടുവാൻ കാരണം? മോശ ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തനായി. ദാൻ മുതൽ ബേർശേബ വരെ ശൗമേൽ ഉപയോഗിക്കപ്പെടുവാൻ കാരണം ശൗമേൽ ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസ്തനായി. ഈ വാക്യമെല്ലാം കൊണ്ടെത്തിക്കുന്ന ഒരു ദൂതിലോട്ടാണ്. നീ അല്പം കൂടെ വിശ്വസ്തനായാൽ, ഇതാരോടും പറയേണ്ട കാര്യമില്ല, സ്വയമായി അല്പം കൂടെ വിശ്വസ്തനായാൽ നിന്നെ അധികത്തിന് വിചാരകനാക്കാൻ പരിശുദ്ധാത്മാവ് പ്ലാൻ ചെയ്യുക. എന്നോട് ദൈവം പറയാം, ഇതുവരെ നടന്നിട്ടില്ലാത്തത് എന്തോ നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോവുക. ഇതുവരെ സംഭവിക്കാത്തത് എന്തോ നിന്റെ തലമുറയിൽ സംഭവിക്കാൻ പോവുക. ഇതുവരെ വെളിപ്പെടാത്തത് എന്തോ നിന്റെ മേൽ വെളിപ്പെടാൻ പോവുക. ഈ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസ്തരായിരുന്നാൽ പെട്ടെന്ന് ഇനി വളരെ വേഗം ഓടിയാലേ ഒരു 30 മിനിറ്റ് കൊണ്ട് പ്രസംഗം തീരത്തും. ഞാൻ കാണുന്നൊരു കാഴ്ച, ഒത്തിരി വിഷയത്തിന്റെ ചുരുട് ഈ ദിവസങ്ങൾ അഴിയും. നീ പാർക്കുന്ന വീടിന്റെ അന്തരീക്ഷം വരെ ഇളകി മറിയും. അവിടെ വലിയ വാക്തത്വ നിവർത്തിയുടെ സ്പർശനങ്ങൾ ഉണ്ടാകാൻ പോവാ. അത് ഞാൻ ആത്മാവിൽ കണ്ടോണ്ടായി ദൂതെടുക്കുന്നേ. നിന്റെ ഒരു ഓരോ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഒറ്റ കുറവിനെ ഇന്നത്തെ പ്രാർത്ഥനയിൽ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. എല്ലാരോടും അല്ല, ചിലരോടും മാത്രം. ആ കുറവിനെ നോക്കിയിട്ട് പരിശുദ്ധാത്മാവ് പറയുക, നീ ഒന്ന് വിശ്വസ്തനായാൽ നിന്റെ വിഷയത്തിന് ഇറങ്ങുന്നത് മനുഷ്യരല്ല, ദൂതന്മാരല്ല, സാക്ഷാൽ ദൈവം ഇറങ്ങും. നീതിമാന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എന്റെ ദൃഷ്ടി ഇപ്പോഴും നീതിമാന്മാരുടെ മേലുണ്ട്. ഞാൻ ചിലരോടൊക്കെ പ്രവചിച്ചു പറയുക, ദൈവം വിശ്വസ്തനെന്ന്, ദൈവം വിശ്വസ്തനെന്ന്, ദൈവം വിശ്വസ്തനെന്ന്. എവിടോ വെളിവാകാനിരിക്കുന്ന ശ്രേഷ്ഠമേറിയ ചില ദൈവപ്രവൃത്തികളെ ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, എന്റെ വിശ്വസ്തത എനിക്ക് നിങ്ങളെ കാണിക്കണ്ട, നിങ്ങളുടെ വിശ്വസ്തത എന്നെയും കാണിക്കണ്ട. പക്ഷെ നീതിമാനായ ദൈവത്തിന്റെ മുമ്പിൽ നിനക്ക് വിശ്വസ്തനായി ഇരിക്കാൻ കഴിയുന്നു എങ്കിൽ അതിനർത്ഥം നീയും ദൈവവും തമ്മിലെ ഇടപാട്. ഇന്ന് പകൽ ആർക്കും ദൈവത്തിന് സ്തോത്രം, നിന്നെ ഒതുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയും. അത് ഉണ്ടാകണമെങ്കിൽ ഒരൊറ്റ വഴി, നീ വിശ്വസ്തനായിരിക്കണം. ഓ ഹല്ലേലൂയ. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ്, ഞാൻ കാണുന്ന ഒരു കാഴ്ച നിങ്ങളോട് പറയാം. എനിക്ക് ആ വാക്യത്തിലോട്ട് പോകേണ്ടത്, അവിടോട്ട് ഞാൻ എത്തുന്നതിന് മുമ്പേ തന്നെ പറയാൻ എൻ്റെ ഉള്ളിൽ വലിയ പ്രേരണ ദൈവം തരിക. നിങ്ങൾക്കറിയാവുന്ന വാക്യം, അല്പത്തിൽ വിശ്വസ്തനായാൽ നിന്നെ ഏൽപ്പിക്കാനുള്ള എന്തോ ഒരു കാര്യം സ്വർഗത്തിലെ ദൈവം മറ്റാർക്കും കൊടുക്കാത്തത് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക.
ഞാൻ വീണ്ടും പറയുന്നു, ചില വാക്തത്വങ്ങളെ ചുരുളഴിയാൻ പോവുക. അമ്മി ഒരിക്കലും സംഭവിക്കാത്ത നിങ്ങളുടെ ഉള്ളിൽ നിന്റെ വിശ്വാസ കണ്ണ്, ഞാൻ വെളിപ്പാടിൽ കാണുന്ന ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം. പ്രസംഗം കേൾക്കുന്ന ലാഘവത്തോട് ഇരിക്കരുത്. നീ എന്തോ പിടിച്ചെടുക്കാൻ പോകുകയാ, എന്തിനെയോ കരസ്ഥമാക്കാൻ പോകുകയാ. എന്നും നീ ഇങ്ങനെ കിടക്കുമെന്ന് വിധി പറഞ്ഞവരുടെ മുൻപിൽ നീ ഇങ്ങനെ കിടക്കത്തില്ലെന്ന് തെളിയിക്കുന്ന ചില നന്ദി കർത്താവേ. എവിടോ ചില അമ്മ ഒരു പുതിയ പ്രൊജക്ട് ഉണ്ടാക്കി തരുന്ന പോലെ പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്. നിന്റെ ചിന്തയെ പോലും ഇല്ലാത്തത് നിന്നെ ഏൽപ്പിക്കാൻ പോവുക. അല്പത്തിൽ നീ വിശ്വസ്തത നിന്നിൽ വെളിപ്പെട്ടാൽ ശ്രേഷ്ഠമേറിയത്. നിങ്ങറിയാ, ഈ ദൂത് ഞാൻ ദൈവസന്നിധി വെച്ച് ധ്യാനിക്കുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തത് ഈ പ്രസംഗിക്കേണ്ട ഭാഗം, ഹല്ലേലൂയ, ഞാൻ വേറെ ചിലത് ഏൽപ്പിക്കാൻ പോവാ. ഞാൻ ആ ശബ്ദത്തെ ഒന്ന് പിടിച്ചോണ്ട് ഈ ദൂതൊന്ന് വിവരിക്കാൻ പോവാ. പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്. നീ ഒതുങ്ങിപ്പോയി അമർന്നു പോയെന്ന് കളിയാക്കിയവരുടെ മുമ്പിൽ, നിന്ദിച്ചവരുടെ മുമ്പിൽ, അപമാനിച്ചവരുടെ മുമ്പിൽ പരിശുദ്ധാത്മാവ് നിന്നെ തൊട്ടോണ്ട് പറയുക, യേശുവിന്റെ നാമത്തില്. ചിലരെ നിനക്കറിയാം നിന്നെ ആ ദൈവം തൊടുന്നതെന്ന്. നിന്റെ ഉള്ളിൽ അറിയാം നിന്നെ ആ ദൈവം തൊടുന്നത്. നിന്റെ ചിന്തയെ പോലും ഇല്ലാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ശാന്തമായ അന്തരീക്ഷവും ഏറ്റെടുത്ത് എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്നു, ഒരു വീടിന് പ്ലാൻ വരയ്ക്കുന്നത് പോലെ നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്നെ കുറിച്ച്, നിന്റെ ഭാവിയെ കുറിച്ച് എന്തോ ദൈവമിട്ട പ്ലാൻ നിന്നെ ഫലമേൽപ്പിക്കാൻ. ഇത് പ്രവചിക്കുന്ന മിനിറ്റുകളാണ്. നിങ്ങൾ ശാന്തമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഇന്നലകളിൽ നിന്റെ കുടുംബത്തിനകത്ത് വെളിവാക്കിയ ശൂന്യതകൾക്ക് ഞാൻ കാണുക, ഒരു പേന കൊണ്ടൊരു കുത്തിടുന്ന പോലെ എന്റെ ദൈവം ഇന്ന് ചിലതിന് കുത്തിടുക എന്ന് പറഞ്ഞാൽ ഇത് അവസാനിക്കുക. എന്തോ ഒന്ന് അടുത്ത ലൈൻ നീ അല്ല എഴുതുന്നത്, ഹോളി സ്പിരിറ്റ്. ഞാൻ വീണ്ടും പറഞ്ഞു, ശാന്തമായ അന്തരീക്ഷത്തെ ആരിപ്പോൾ ആത്മതലത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു? ഞാൻ നിങ്ങളോട് പറയാം, വീണ്ടും പറഞ്ഞു, പ്രസംഗം കേൾക്കുന്ന ലാഘവത്തിൽ ഇരിക്കരുത്. അങ്ങനെ കേൾക്കാൻ ഞാൻ ഒരു പ്രസംഗകനല്ല, ഞാൻ ദൂത് കൈമാറുകയാ. നിന്റെ വിശ്വസ്തത മേളിൽ തമ്പുരാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. യേശുവിന്റെ നാമത്തില് ആരെയും ഏൽപ്പിക്കാത്ത ചിലത്, ആർക്കും കൈമാറാത്ത ചിലത്, ആർക്കും തരാത്ത ചിലത് പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്. നിന്നെ നോക്കി പറയുക, ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ പാർക്കേണ്ടതിന് എന്റെ ദൃഷ്ടി ഇതിനകത്ത് വിശ്വസ്തന്മാർ. ഇവിടെ ഹോളി സ്പിരിറ്റ് പറയുക, നിങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. എന്നോട് ദൈവം സ്വർഗം ഓപ്പൺ ആകുന്ന പോലെ ഇന്ന് ആത്മതലം തുറക്കുക. എന്നോട് ദൈവാത്മാ പറയാം, നടക്കത്തില്ലെന്ന് നീ പറഞ്ഞ ആ വിഷയത്തിന്മേൽ ഇതാ ദൈവം യേശുവേ ചിലരുടെ മേൽ ഞാനൊരു വെളിപ്പാട് പറയാം. ചിലതൊക്കെ ലേറ്റ് ആയത് എന്താന്ന് നിനക്ക് പിടികിട്ടിയിട്ടില്ല. പക്ഷെ ദൈവം പറയാ, ഈ ദിവസങ്ങളിൽ പിടികിട്ടും. ചിലത് ലേറ്റ് ആയത് നിന്നെ മറന്നതല്ല, നിന്റെ പാപമല്ല, നിന്റെ കുറവല്ല, നിന്റെ തെറ്റല്ല. മറിച്ചോ തമ്പുരാൻ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നീ ഒച്ചരുടെ ഇന്നത്തെ മെസ്സേജിന്റെ ആകെ തൂക്കം കേട്ടോ, അല്പം കൂടെ വിശ്വസ്തരാകുക. ഒന്ന് കൈ കൊടുത്തു പറ, അല്പം കൂടെ. ചിരിച്ചോണ്ട് പറ, അല്പം കൂടെ. നിനക്ക് തോന്നും നീ വിശ്വസ്തനാന്ന്. അല്ല, അല്പം കൂടെ. അല്പം കൂടെ വിശ്വസ്തനായാൽ, പ്രാർത്ഥിക്കുന്ന ചിലരാളത്, അല്പം കൂടെ വിശ്വസ്തരായാൽ നിന്റെ സന്തതിയുടെ പ്രൊജക്ട് ദൈവം എടുക്കും. നിന്റെ ഭാവിയെ കുറിച്ചുള്ള പ്രൊജക്ട് എവിടെ അസാധാരണമായത് എന്തോ നടക്കുവാൻ പോകുകയാ. വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചേ. നമ്മൾ വിശ്വസ്തരാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാഗൽഭ്യം ഭയങ്കര. എന്തറിയോ, ഇപ്പൊ ഞാനൊരാളോട് അറിയാം, ബ്രദർ പ്രാർത്ഥിച്ചാടാ,
പുള്ളി വേണേ നമ്മളെ കേക്കത്തൊക്കെ അടിപൊളി പ്രാർത്ഥിക്കും. അഖിലാണ്ടത്തെ നിർമ്മിച്ചവനെ, അണ്ഡഘടാകങ്ങളെ സൃഷ്ടിച്ചവനെ, സൂര്യനെ സൃഷ്ടിച്ചവനെ, ചന്ദ്രനെ എന്നൊക്കെ പറഞ്ഞ വാരി കോഴി വാക്കിട്ട് അമ്മാനെ മാടി പ്രാർത്ഥിക്കാം. പക്ഷേ ആ പ്രാർത്ഥനയല്ല വിശ്വസ്തത ഉള്ളവന്റെ അകത്ത് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാഗൽഭ്യം. ഒരാമയും വരുന്നില്ല. ഓ ഹല്ലേലൂയ. ഞാൻ ഒരിക്കല് ഒരു മീറ്റിംഗിൽ ഞാൻ ചർച്ചിന്റെ പാസ്റ്ററായിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ നോക്കി, ഒരു ദൈവദാസനെ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിച്ചു. എന്നെ പുള്ളി അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു തൊണ്ട വയ്യാന്ന് പറഞ്ഞു. തൊണ്ട എന്നെ ഇങ്ങനെ വിളിച്ചു കാണിച്ചു, തൊണ്ട വയ്യാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യോഗമൊക്കെ കഴിഞ്ഞപ്പോ എന്റെ അടുക്കലും വന്ന് പറഞ്ഞു, പാസ്റ്റർ ഞാനൊരു കള്ളം പറഞ്ഞു, തൊണ്ട വയ്യാഞ്ഞല്ല, പ്രാർത്ഥിക്കാനുള്ള പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടത്. ഒരിക്കൽ ഒരു രാജാവ് പ്രാർത്ഥിക്കുക, കർത്താവേ തന്നെ മരിക്കത്തക്ക രോഗം പിടിച്ചു പോലെ കർത്താവേ ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും തിരുമുമ്പിൽ നടന്നത് നീ ഓർക്കണേ. ഒരാമ്യം വരുന്നില്ല. കണ്ടോ, നിന്റെ വിശ്വസ്തതയാണ് ദൈവം കാണുന്നത്. ഈ ദിവസങ്ങളിൽ നിന്നെ വിടുവിക്കാനായിട്ട് ദൈവം ഇറങ്ങി വരും. നിന്റെ വിധി തിരുത്താൻ കഴിവുള്ളവനാ ദൈവം. നിന്റെ നന്ദി കർത്താവേ. എത്ര പേരുടെ ഉള്ളിൽ ഒരു ആത്മാവിന്റെ തീ. വിശ്വസ്തനായിടുവാ നിൻകരങ്ങളിൽ നൽകിടുന്നു, നിൻഹിതം ചെയ്തിടുവാ അഗ്നിയാൽ എന്നെ നിറച്ചിടുക. വിശ്വസ്തനായിടുവാ നിൻകരങ്ങളിൽ നൽകിടുന്നു, നിൻഹിതം ചെയ്തിടുവാ അഗ്നിയാൽ എന്നെ നിറച്ചിടുക. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഒരു പ്രധാന കാര്യം പറഞ്ഞ് എന്റെ വാക്കുകളെ ചുരുക്കാൻ പോകും. തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോ പൗലോസ് പറയുകയാണ്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, എനിക്ക് ശക്തി നൽകിയ യേശു ക്രിസ്തു എന്ന കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട്. എന്നെ എങ്ങനെ എണ്ണി? വിശ്വസ്തനെന്ന് എണ്ണി. വിശ്വസ്തനായിട്ടല്ല, നിന്നെ വിശ്വസ്തനെന്ന് എണ്ണി. ഞാൻ നിങ്ങളോട് പറയാം, നാം ഒരു ദേശത്ത് പാർക്കുമ്പോൾ ആ ദേശത്ത് നമ്മൾ വിശ്വസ്തനായി. ഒരു ചർച്ചിൽ നാം ആയിരിക്കുമ്പോൾ ആ ചർച്ചിൽ നമ്മൾ വിശ്വസ്തരായിരിക്കും. ഒരാരാധനയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ആ ആരാധനയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കും. ഞാനിന്ന് വചനം കേൾക്കുന്ന ചിലരോട് പറയാം, നിങ്ങളുടെ ഒരു പ്രോത്സാഹനമല്ല ഇന്നിവിടെ പ്രസംഗിക്കുന്നത്, നിങ്ങളുടെ ഒരു കുറവാ പ്രസംഗിക്കുന്നത്. ആ കുറവ് എന്താണെന്നറിയാമോ? ജീസസ് നമ്മൾ അല്പം കൂടെ വിശ്വസ്തരായിരിക്കണം എന്നൊരു ദൂത നിങ്ങൾക്ക് തരും. അടുത്തിരിക്കുന്ന അതൊക്കെ ഒന്ന് കൈ കൊടുത്ത് വെച്ച് പറ, കുറച്ചുകൂടെ വിശ്വസ്തരായിരിക്കണം. എന്നിട്ട് അവിടെ എഴുതിക്കുക, സ്തോത്രം, മത്തായി സുവിശേഷം 25-ാം അധ്യായം, അതുകൂടെ പറഞ്ഞ് എന്റെ വാക്കുകളെ ചുരുക്കാം. 21-ാം വാക്യം, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്ന നിന്നെ ഞാൻ എന്ത് ചെയ്യാം? അധികത്തിന് വിചാരകനാക്കാം. എനിക്ക് ആത്മാവ് തന്നൊരു ഫീല് പറയാം. എന്നെ ശ്രദ്ധിക്കണം. നിങ്ങള് കുറച്ചുപേര് കുറച്ചുകൂടെ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. എന്തോ വലിയ കാര്യം ആരെയൊക്കെയോ ദൈവം ഫലമേൽപ്പിക്കാൻ പോകുകയാണ്. എന്തോ വലിയ കാര്യം
ആരെയൊക്കെയോ ദൈവം എന്ത് ചെയ്യാൻ പോവുക? ഫലമേൽപ്പിക്കാൻ പോവുക. അങ്ങനെ വിശ്വസിക്കുന്നവരെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് താങ്ക് യു ലോർഡ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ലവ് യു ഫാദർ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അവിശ്വസ്തതകൾ വന്നുപോയാൽ കർത്താവേ ആ അവിശ്വസ്തതകൾ ക്ഷമിക്കണേ, എന്നെ വിശ്വസ്തനാക്കി മാറ്റണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു. നിൻഗീതം അഗ്നിയാലെന്നെ നിറച്ചിടുക, വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിടുന്നു. നിൻഗീതം നിൻഗീതം ചെയ്തിടുവാൻ അഗ്നിയാലെന്നെ നിറച്ചിടുക, വിശ്വസ്തനായിടുവാൻ വിശ്വസ്തനായിടുവാൻ ഓ നിൻ കരങ്ങളിൽ നൽകിടുന്നു. നിൻഹിതം ചെയ്യുവാൻ നിൻഹിതം ചെയ്തിടുവാൻ അഗ്നിയാലെന്നെ അഖരമുയർത്തി യേശുവേ ആടിയനിതാ ദേവാ, ആടിയനിതാ ദേവാ, ആടിയനിതാ We worship Lord. ദേവാ, ആ മഹത്വത്തിനകത്തിറങ്ങണം. ആ കൈയൊന്ന് ഉയർത്തി പിടിച്ചോണ്ട് ആടിയനിതാ ദേവാ, ആടിയനിതാ ദേവാ, ആടിയനിതാ ദേവാ, ആടിയനിതാ. ഞാനൊരു വാക്ക് പറഞ്ഞ എന്റെ വാക്കുകളെ ചുരുക്കും. നാം ഒരു ദേശത്ത് പാർക്കുമ്പോൾ ആ ദേശത്ത് നമ്മൾ വിശ്വസ്തരായിരിക്കും. മനുഷ്യ മനസാക്ഷികൾക്ക് ചേരാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കണം, സഹിക്കേണ്ടവരെ സഹിക്കണം, കരുതേണ്ടവരെ കരുതണം. കാരണം നാം ദൈവത്തെ അറിയുന്നവരും ദൈവത്തെ കണ്ടവരും. നമ്മുടെ ജീവിതം നോക്കി വേണം ലോകം ദൈവത്തെ കാണാൻ. സമാധാനപരമായ അന്തരീക്ഷം നിന്റെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ.